ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. പുതിയൊരു ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം മുണ്ട കൊടുത്തിട്ടാണ്. അത് നിങ്ങളൊന്ന് കാണിക്കാന്ന് കരുതിയിട്ട് ചിന്നുവിനെ കൊണ്ടാണെന്ന് ക്യാമറ ഒക്കെ പൊടിപ്പിച്ചിരിക്കണത്. സാധാരണ ഞാൻ മുണ്ടെടുക്കല്ല, ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് മുണ്ടെടുക്കാറ്. വേറെ ഒന്നുമല്ല, നമുക്ക് മുണ്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു 80 എടുക്കണ പോലെ എനിക്ക് ഫീൽ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുണ്ടും എല്ലാം എടുക്കാറില്ല. അപ്പം നിങ്ങൾക്ക് മുണ്ട് കൊടുത്താൽ ഞാൻ എങ്ങനെയാണ് എന്നുള്ളതെന്ന് കാണിക്കുന്നതാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചായ കുടി കഴിഞ്ഞു. ആരിപ്പം എണീറ്റിട്ടുള്ളൂ. പിന്നെ ചപ്പാത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു പണിയുണ്ടായി നിൽക്കാൻ, ആ പണിയൊക്കെ എടുത്തു. ഇനി നമ്മളുടെ വണ്ടി അവിടെ റെഡിയാണ്. വണ്ടീൻ്റെ അകത്ത് ഇന്നലെ ചെക്കന്മാരോണ്ട് കളിക്കുപോയതല്ല, അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കവർ ആദ്യം അതിൻ്റെ ബൂട്ടൊക്കെ കൊണ്ടുപോയതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടുക പോവാം. ഇനിയിപ്പോൾ ഞായറാഴ്ചൻ്റെ ഇട ദിവസം ഇപ്പോൾ ഞാൻ വണ്ടി കൈകാലം തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇനി നാളെ ഒന്ന് കഴുകുകയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമ്മുടെ ഡേയാണ്. എന്താ അവസ്ഥ ആവുമെന്ന് അറിയില്ല. അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാൻ, ഒരു കമൻറ്റ് ചെയ്താൽ മറക്കില്ല എന്ന് കരുതുന്നു. ഇറങ്ങുവാണ്. ഇവിടെ കേട്ടോ. ഇപ്പം നീച്ചിട്ടുള്ളൂ. രാത്രി നേരം വൈകി ഉറങ്ങുക, രാവിലെ നേരം വൈകി നീച്ച അല്ലേ? അപ്പം നീച്ചിട്ടുള്ളെങ്കിൽ കണ്ണും മോറൊക്കെ കാണുമ്പോൾ നല്ല രസം തന്നെയാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പാലച്ചങ്ങത്തെ ഈ പോസ്റ്ററുകൾ ഒക്കെ നീക്കം ചെയ്യുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാമെന്ന്. പോളിംഗ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഇവിടെ തന്നെ അതുപോലെ തന്നെ കിടപ്പുണ്ട്. എല്ലാം ഒന്നും ആരും മാറ്റിയിട്ടില്ല. പാടത്ത് കൂടെ ഒക്കെ 1-2 കയറി പറഞ്ഞ് ചാടി കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ. ഇനി അടുത്ത ദിവസം നമുക്ക് എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇത്ര രൂപയ്ക്ക് ഓടണം, അങ്ങനെ ഓടാം. അപ്പം പക്ഷേ ഇന്നലെ ആണെങ്കിൽ അങ്ങനെ തന്നെ അല്ലല്ലേ? ഇന്നലത്തെ സംഭവങ്ങളൊന്നും ആലോചിക്കും. ഇന്നലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല 1500 രൂപയ്ക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. ഞാൻ ഒട്ടും എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഇന്നും അതുപോലത്തെ ചിന്തയൊന്നുമില്ല. ചില ദിവസം നമ്മൾ അങ്ങനെ ടാർഗറ്റ് വെച്ചൊക്കെ പോകുമ്പോഴേക്കൊന്നും നടക്കാറുമില്ല. ഇന്നലെയൊക്കെ ഭാഗ്യം പറയില്ല, നമ്മൾ ലക്കുമ്മ കഴിച്ചിലായി പോയതാണ് നമ്മൾ. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ഇന്നലെ 1500 രൂപയ്ക്കൊന്നും നമ്മൾ ഓടില്ലായിരുന്നു. ഇനി ഇന്നത്തെ ദിവസം നമ്മൾ എത്ര രൂപയ്ക്ക് ഓടും എന്നുള്ളതൊക്കെ നമ്മുടെ ഫുൾ ഡേ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. കൈനീട്ടം കിട്ടിയിരിക്കുകയാണ്. കൈനീട്ടം നമ്മൾക്ക് 30 രൂപ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ തന്നെ നാട്ടിലെ എൻ്റെ നാട്ടുകാർ അവരൊന്ന് ബാങ്കിലേക്ക് ആക്കുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഉള്ളത് ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡിനകത്ത് ധാരാളം വണ്ടികൾ, ധാരാളം ആളുകൾ. ഒരു ഹോർൺ അടിച്ചു നോക്കാം, അനങ്ങുന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെ കറങ്ങിയിട്ട് പോവാം. പറ്റില്ലേ ഒന്നിലേറെ പുതിയ ഈ കാറിൽ ഞാനൊരു വേറെ സംഭവം എന്താ വെച്ചാൽ പുതിയ ഡ്രൈവർമാരാ. ഒക്കെ പുതിയ ഡ്രൈവർമാർ. എന്നിട്ട് ഇവര് വണ്ടി ഒന്ന് എടുക്കുമ്പോഴേക്കും ഓഫ് ആവുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ പിന്നെ നമ്മൾ വല്ലാണ്ട് മാറി തിരിഞ്ഞ് പോയിലാണ് ഏറ്റവും നല്ലത്. നാട്ടിൽ നിന്നൊരു ഫോൺ ട്രിപ്പ് അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ. 1-2 ട്രിപ്പുകളൊക്കെ 2 ട്രിപ്പാണ് ഇപ്പം മൊത്തം എടുത്ത് 60 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് നമ്മൾ. പിന്നെ നാട്ടിലത്തെ ആ ട്രിപ്പ് എടുക്കൽ നിർബന്ധമാണ്. അത് കുറച്ച് നല്ല ട്രിപ്പാണ്. നല്ല ട്രിപ്പ് എന്ന് പറയുമ്പോഴേക്ക് തിരുവാലിയിലേക്ക് പോകാനാണ് നമ്മൾക്ക്. തിരുവാലി എന്ന് പറയുന്ന സ്ഥലം അത് ഏതാണ്ട് പണ്ട് ടൗണിൽ നിന്ന് പോകുമ്പോഴേക്ക് 7 കിലോമീറ്റർ ആണ് വരിക. എൻ്റെ നാട്ടിൽ നിന്നാണ് നമ്മളത് പോകുന്നത്. അപ്പോഴേക്ക് നമുക്ക് 8 കിലോമീറ്റർ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് 180 രൂപയോളൊക്കെ ചാർജ് വരുന്ന ട്രിപ്പാണ്. വിളിച്ചിട്ട് 10 മിനിറ്റ് ആയി. ചാലിയാറിന്റെ തീരത്തേക്കായിരുന്നു നമുക്ക് ആ ട്രിപ്പ് നീണ്ടത്. അതായത് ഞാൻ ഇപ്പോൾ ഉള്ളത് എടവണ്ണയിലാണ്. എടവണ്ണയിൽ നമുക്ക് ഇതിൽ ഈ ബൈപ്പാസിൽ പോവാട്ടോ. പക്ഷേ ഞാൻ പോകുന്നില്ല. നമുക്ക് എടവണ്ണ ടൗൺ ഒന്ന് കാണാം. ഞാൻ കുറേ എടവണ്ണ ടൗണ് ഒന്ന് കണ്ടിട്ട് ചേഞ്ച് എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമില്ലേ? എടവണ്ണ ബസ് സ്റ്റാൻഡ് ഇവിടെ വലിയ മാറ്റമൊന്നും കാണാനല്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളി. റോഡ് ഇവിടെ അത്യാവശ്യം നല്ല വീതിയുണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് റോഡിന്റെ അരുവില്. വണ്ടൂരിനേക്കാൾ വീതിയുണ്ട് കേട്ടോ. അത് അടിപൊളിയായി. അപ്പൊ ഇനി ഇവിടുന്ന് ഞാൻ തിരിയും. ഇവിടുന്ന് ഞാൻ റൈറ്റ് തിരിയും. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി മുന്നിൽ പോയ തിരിയൊക്കെ ചെയ്യാം. അത് വെറുതെ ഒരു ദൂരം കൂട്ടലേക്കാരം. എടവണ്ണ അങ്ങാടി ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എടവണ്ണ അങ്ങാടി കണ്ടോ. ഇവിടന്ന് വേറൊരു പ്രശ്നം എന്താ അറിയോ? ഞങ്ങളവിടെയൊക്കെ ഈ വാണിയമ്പലൊക്കെ മടക്കം വിളിച്ച് പോവല്ലോ. മടക്കം
അത് ഇവിടെ വിളിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ വണ്ടിക്കാര് സമ്മതിക്കലില്ല. പറയണ കേൾക്കാം, ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ പൊതുവെ അങ്ങനെ വിളിക്കാറില്ല. ഞാൻ എപ്പോഴേലും റോട്ടിൽ നിന്നായാലും ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ നിന്നായാലും ബസ് സ്റ്റാൻഡിൽ നിന്നായാലും കൈ കാട്ടി നമ്മൾ കയറ്റുന്നല്ലാതെ, കൈ കാണിച്ചാൽ കയറ്റണം. കയറ്റുക പറഞ്ഞാൽ വണ്ടി നിർത്തണം ആളില്ല എന്നാണെങ്കിൽ. ഇത് ടാക്സിയാണ്, ടാക്സി കൈ കാണിച്ച് നിർത്തിയിട്ടില്ലെങ്കിലും പണി തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ വന്ന ട്രിപ്പ് നമുക്ക് എന്താ പറയാ, തിരുവാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് നാട്ടിൽ നിന്ന് വരുമ്പോഴേക്ക് ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്ററിന്റെ ഉള്ളിലേ വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ എങ്കിൽ ഇത് ഇടവണ്ണയാണ്. ഇവിടേക്ക് 13 കിലോമീറ്ററാണ്. 13 കിലോമീറ്റർ വന്നപ്പോഴേക്ക് നമ്മൾക്ക് 300 രൂപ വാടകയായി. ഒറ്റയടിക്ക് 180 ഉള്ളത് വാടക മറിഞ്ഞ് 300 രൂപ ആ റേഞ്ചിലേക്ക് വാടക പോയി. ഇന്നലെ ഉച്ചയ്ക്ക് പൂക്കൂട്ടുംപാടത്തേക്ക് ട്രിപ്പ് പോയപ്പോഴാണ് ഞാൻ എണ്ണ അടിച്ചിരുന്നത് 300 രൂപയ്ക്ക്. ആ ഒരു സമയം വരെ നമ്മൾ ഓടിയിരുന്നത് 530 രൂപ. പിന്നെ നമ്മൾ ഇന്നലെ 1500 രൂപയ്ക്ക് ഓടി. ഇന്നിപ്പോ ഈ ഒരു ട്രിപ്പും നമ്മൾ പോയി. ഇപ്പൊ ഏതാണ്ടൊക്കെ കാലിയായിട്ടുണ്ട് ടാങ്ക്. അപ്പൊ നമ്മൾ ഇനി പെട്രോൾ പമ്പിലേക്ക് കയറുവാണ്. HP എടുക്കാം നമ്മൾക്ക്. HP ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. നമ്മളെ പോകുന്ന വഴിയിൽ HP ആണുള്ളത്. പിന്നെ HP അടിക്കാം. HP എടവണ്ണെന്ന് വന്നിട്ട് വണ്ടൂരെത്തി സ്റ്റാൻഡിൽ കയറി ഒരു ലോക്കിലിട്ടതാണ് നിംസ് ഹോസ്പിറ്റലിലേക്ക്. എന്താ വെച്ചാല് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണ്. കേൾക്കണമെന്നാക്കും അത് വലുത് തന്നെയാവും. പക്ഷെ എന്നാൽ പോലും നടക്കാത്തൊരു ആഗ്രഹം എന്നല്ലത്. ഈ ഒരു ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചുകൊണ്ട് പോകണം. അത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്നല്ല. അത് ചെറുപ്പിലെ പറഞ്ഞാൽ 8ാം ക്ലാസ് പ്രായം തൊട്ടേ എനിക്കുള്ളൊരു ആഗ്രഹമാണ്. എനിക്കിപ്പോ 10-29 വയസ്സായി. പക്ഷെ ആ ആഗ്രഹത്തിക്കാട് എത്തിപ്പിടിക്കാൻ പറ്റണില്ലടോ. ഞാൻ പല തവണ പല രീതിയിൽ ശ്രമിച്ചു. എന്താണ് ആഗ്രഹം ഞാനിപ്പോ പറയണില്ല. അത് നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ എന്ന് നടക്കുമെന്ന് എനിക്കറിയാത്തത്. ആ നടക്കുന്ന സമയത്ത് യൂട്യൂബൊക്കെ നമ്മൾക്ക് ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയും നിങ്ങൾ. അത് നടക്കണില്ലടോ. നിങ്ങളെല്ലാവരും എൻ്റെ ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ അത്ര കണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സംഗതി നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ അതാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു, അത്ര ഇഷ്ടമാണ് എനിക്കത്. ആ ഒരു ഞാൻ എന്താ പറയാ, ശ്രമിക്കുന്നുണ്ടോ. ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ച് നമ്മളുണ്ടല്ലോ, ശ്രമിക്കും, അത് നടക്കൂല, വീണ്ടും ശ്രമിക്കും, നടക്കൂല. അങ്ങനെ കുറെ തവണ ആവുമ്പോ നമുക്കൊരു മടുപ്പ് വരാം. ഇപ്പൊ ഞാൻ ആ സ്റ്റേജിലെത്തിയടോ, ഒരു മടുപ്പ് വരലോ. ആ ആഗ്രഹം എന്നാ നടക്കുക. ഒരുപാട് കടമ്പകൾ ഞാൻ അതിന് വേണ്ടിയിട്ട് താണ്ടി ഇന്നല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ അത് നടക്കുന്നതിന്റെ വക്കിൽ വരെത്തി. ഒരു ഒറ്റ കൺഫർമേഷനോട് കിട്ടിക്കാൻ ഞാൻ സക്സസ് ആയി നടന്നിരുന്നു. പക്ഷേങ്കിൽ ആ ടീം എനിക്ക് കൺഫർമേഷൻ തന്നതുമില്ല. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അത് വീണ്ടും കട്ടപ്പുറത്ത്. ഇനിയിപ്പോ എന്താ എന്നാലും ഞാൻ തോറ്റു കൊടുക്കൂല. എന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ എത്ര വർഷം കഴിഞ്ഞിട്ട് നടക്കുവാണെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. എനിക്ക് ആഗ്രഹം 2 ആഗ്രഹമുള്ളൂ. അത് ഏറ്റവും വലിയ ആഗ്രഹമാണ് അത്. എൻ്റെ 2ാമത്തെ ആഗ്രഹമാണ് നിങ്ങൾ കണ്ട എൻ്റെ യാത്രകൾ. എൻ്റെ ആദ്യത്തെ ആഗ്രഹം അതല്ല. ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ചയാണല്ലോ. വേറെ കുറെ ആൾക്കാർ പള്ളിയിലേക്കൊക്കെ പോയി. പള്ളിയിലാവും. ഉച്ചക്കൊന്നും ഒരനക്കം അല്ലാതെ ഇരിക്കുവാണ്. നമ്മളൊരു 430 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട്. ഇപ്പൊ അതിലേക്കൊരു 70 രൂപയുടെ ട്രിപ്പ് കൂടി കിട്ടുകയാണെങ്കിൽ 500 രൂപ ആക്കിയിട്ട് വീട്ടിൽ പോവായിരുന്നു. 12:50 സമയമായി. ഫസ്റ്റ് ഗ്യാപ്പിലാണ്. നല്ല ചൂടാണ്. നമ്മളുടെ ഫാന് ചൂട് കാറ്റാണ്. അതായത് 500 റുപ്യ തികച്ചിട്ടാണ് ഞാൻ പോരുന്നത് കേട്ടോ. 500 റുപ്യ തികച്ചേക്കണം. മറ്റേ സുന്ദര കില്ലാടിയിൽ പറഞ്ഞ മാതിരി ഇത്ര പോലും ഞാൻ കറക്റ്റ് കുത്തിക്കണറിയില്ല. അതേപോലെ 500 റുപ്യൊക്കെ തികച്ചത്. മകളെ ചോർന്നല്ലേ? ഇതിങ്ങനെ ഇപ്പം ഫുൾ ടൈം തന്നെ ഇവിടെ എന്തൊക്കെയാണ് കറി? വാട്ട് ഈസ് ദിസ്?
പുളിയിഞ്ചി പുളിയിഞ്ചി പാർട്സ് ആണല്ലോ. ആ ചോറ് വിളമ്പി നല്ല മോരും കറി ഉണ്ട്. മോരും കറി അല്ലേ? മോരും കറി ഉണ്ട്. ഒരു പിടുത്തം പിടിക്കാം. രസമുണ്ടോ? ഈ ബീഫാണ് എഴുതിയോ? ബീഫായാ? ചിക്കനാ? ചോറായ മുന്നേ ചുണ്ടൊന്ന് കഴിക്കോണ്ടോ? ആരടിച്ചു വരുന്ന ജോ? ചോറിനപ്പോ ഓളൊക്കെ തന്നെ വറ്റിയാടി. അപ്പോൾ ഓളെ അടിച്ചു വരാം. ഇവിടെ ഇന്ന് നമ്മുടെ വീഡിയോ ഒന്ന് റെൻഡർ ചെയ്യാണ്ടായിരുന്നു. അത് റെൻഡർ ചെയ്തിട്ട് ഇനി ഞാൻ ഒരു കുറച്ച് നേരത്തെ ഒരു റെസ്റ്റ് എടുത്താലോ എന്ന് കരുതുന്നു. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കിടക്കാം. ചൂടാണ്, കിടക്കാൻ വന്നാൽ ഇത് റെൻഡറായി അത് മൊബൈലിലേക്ക് കോപ്പി ചെയ്യുന്നത് വരെ കിടക്കാൻ മതി. ഓക്കിപ്പോൾ ഇതൊരു കളിയാണ്, അല്ലാതെ ഇപ്പം വേണ്ടിയിട്ടൊന്നുമല്ല. ഇപ്പോൾ ഇത് ചെങ്ങന്മാർ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ട് നമ്മൾ 2 ട്രിപ്പ് എടുത്തു കേട്ടോ. നമ്മുടെ 2ാമത്തെ ട്രിപ്പാണ്. ഇതെന്ന് പറയുന്നത് 90 രൂപയുടെ ട്രിപ്പാണ്. വാണിയമ്പലത്തേക്കാണ് വന്നത്. പക്ഷേങ്കിൽ നാട്ടിൽ പോയിട്ട് എൻ്റെ നാട്ടിൽ പോയിട്ട് വാണിയമ്പലത്തേക്ക് വരുമ്പോഴേക്ക് 4 കിലോമീറ്റർ ദൂരം വരും. അപ്പോൾ 90 രൂപയാണ് ചാർജ് വരിക. റോട്ടിൽ ചൂട്, അന്തരീക്ഷം മൊത്തം ചൂട്, മുന്നിക്ക് നോക്കുമ്പോൾ ലൈറ്റ് ഓവർ ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഡ്രൈവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ വെള്ളത്തിന് ദാഹം നിൽക്കുകയല്ല, എത്ര വെള്ളം കുടിച്ചിട്ടും. ഇപ്പം ഞാനിപ്പോൾ തന്നെ 2 കുപ്പി വെള്ളം വാങ്ങി കുടിച്ചതാ. എനിക്ക് ഞാൻ വാങ്ങണില്ല, ഞാൻ അവിടെ നടക്കണം. വേറുണ്ടോ ചേച്ചി? പെട്രോൾ പമ്പ് നടക്കാൻ വേണ്ടി പറ്റിയില്ല. അവിടെ എന്താ വെച്ചാല് അപ്പൊക്കെ ചേച്ചി കൈയാട്ടി മടക്കം. ഈ ചൂടായതുകൊണ്ട് ആരും ഒഴിവാക്കലില്ല, മാക്സിമം കൊണ്ടുവരും ആൾക്കാരെ. നമുക്കറിയാലോ ചൂട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. നമ്മള് ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കരുതും കൊണ്ടുപോകേണ്ട പക്ഷെ ആരും കൊണ്ടുപോയി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഫാൻസി ഉണ്ട്, ആത്താസ് ഫാൻസി. കണ്ടോ? ആത്താസ് ഫാൻസിൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും. ഒന്ന് വാങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. എന്താ വെച്ചാൽ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഓട്ടോഷ കിട്ടുമ്പോഴേക്ക് ആളുകൾ വരുമോ ഒരു പാര. ഓ ഏതാപ്പോ ആരാപ്പോ എന്നുള്ള ചിന്തയൊക്കെയാണ്. അത് ആലോചിച്ചിട്ട് ഇടാക്കണം. ആൾക്കാരെന്ത് ചിന്തിക്കുന്ന കരുതി ജീവിക്കാൻ തന്നെ പറ്റൂല, അത് വേറെ വിഷയം. നമുക്ക് വേണേ നമ്മൾ ഇടാന്ന് തന്നെ ഉള്ളൂ. കായ് നോക്കിയില്ല, ഇത് പൂരപ്പറമ്പെന്ന് കിട്ടുന്ന സാധനമല്ല. ഇതിന് 300 റുപ്യ ഞാൻ കൊടുത്തുക്കണം. 300 റുപ്യ അതിന്റെ വില ഉണ്ട്. ഇതാ ഞാൻ അവിടെ ഇട്ട് പോകുന്നു. ഇതിങ്ങനെയൊക്കെയാണ്. അല്ല എന്താ വെച്ചാല് നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ യാത്രക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് മതി. എന്താ പറയുമ്പോ ഒരു ക്ലിയർ ഉണ്ട്, കുറച്ച് ക്ലിയർ ഉണ്ട്. പറ്റയിലിടാൻ വേണ്ടി പാടില്ല. പിന്നെ എന്റെ മുഖത്തേക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ലുക്കാണ് പോയാ. ആവോ രേഖയിലോട്ടാ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ഒരു 40 രൂപയുടെ ലോക്കിൽ പോകുന്നതാണ്. ഇന്നലത്തെ ഒരു ഓട്ടത്തിന്റെ പവർ വെച്ച് പറയുവാണെങ്കിൽ ഇന്ന് ഈ ഒരു നേരത്ത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വളരെയധികം മോശം. ഇന്നലത്തെ ഓട്ടത്തിനെ വെച്ച് പറയുകയാണ്. കാരണം ഇന്നലെ നമ്മൾ ഉച്ച ആകുമ്പോഴേക്ക് 530, ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ 1000 രൂപയ്ക്ക് അടുത്ത് ഓടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ 1000 രൂപയ്ക്ക് വരുമ്പോൾ 920 രൂപയ്ക്ക് നമ്മൾ ഓടിയിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷമാണ്. അത് വെച്ച് നോക്കുമ്പോഴേക്ക് ഇന്ന് ഈ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ വളരെ മോശമാണ്. ഞാൻ 2:30ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഒരു 170 രൂപയ്ക്ക് മാത്രമാണ് ഓടിയിട്ടുള്ളത്. അത് 1000 രൂപ എന്ന് പിടിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയാനുള്ള വണ്ടികൾ കുറവൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ ഇന്നലെ ഈ പറഞ്ഞ പോലെ ബസ്സില്ല, ഇലക്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഓട്ടം ഇങ്ങനെയൊക്കെ വന്നതാണ്. നേരത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഈ നേരായി 5:20. ഇതുവരെ എനിക്ക് വേറെ ട്രിപ്പ് തന്നെ കിട്ടിയിട്ടില്ല. എന്താ പറയാ, ശോകം, പെരും ശോകം. നേരത്തെ ഇപ്പൊ എത്ര ഞാൻ പറഞ്ഞത്? 170 ആണോ? 170 ആണെങ്കിൽ ഇപ്പൊ 220 ആയിട്ടുണ്ട്. ഇനി ഒരു 220 അല്ലേ, ഇനി 280 രൂപ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറായി. ആവുമ്പോ നമുക്ക് എന്താ പറയാ, ടാർഗറ്റ് അല്ല 1000 രൂപ ഓടാം. ഞാൻ രാവിലെ ആ ഒരു ഇടവണ്ണ ഇതൊക്കെ കിട്ടിയപ്പോ ഉച്ച വരെ 500 ആയപ്പോ ഇന്നത്തെ ദിവസം തകർക്കുന്ന എഴുതിയതാ. എവിടെ
അതിന്റെ ഒരു ഓളൊന്നും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായില്ല. മെയിനായിട്ട് അനങ്ങിയില്ല, ലൈൻ അനങ്ങിയില്ല. ലൈൻ അനങ്ങിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ, എല്ലാവരും ഫോണും ഇരിക്കും, അല്ലെങ്കിൽ വർത്താനം പറഞ്ഞ് കാത്തിരിക്കും. പിന്നിങ്ങനെ അനക്കം വരികയാണെങ്കിൽ വല്ലാതെ ഫോൺ എടുക്കില്ല. വല്ലാതെ ഫോൺ എടുക്കാതെ നിന്നാൽ തന്നെ ഓട്ടം കിട്ടും. ഇത് ഞങ്ങളുടെ കൊണ്ടുവരുന്ന ഒരു 2.25 കിലോമീറ്റർ അകലേക്കാണ് വന്നത്. 50 രൂപ പോയിന്റാണ്. കാരക്കാപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം. എടാ വേറെ പ്രശ്നം ഉണ്ടല്ലോ, എന്തോ വാങ്ങിയ ഉണക്കമീനാണ്. അപ്പൊ ഇവിടുന്ന് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ അവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്ററിനടുത്തേക്ക് പോകുന്നു. കൊണ്ട് കൊടുക്കല്ലേ, നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല. ഇതിപ്പോ എന്താ വെച്ചാൽ ഈ ഓട്ടോ മേഖല ഇങ്ങനെ തന്നെയാണ്. എങ്ങനെ ഇത് കുറെയൊക്കെ നഷ്ടം നോക്കിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് എന്താ പറയാ, നിങ്ങളിപ്പോ കാണിച്ചാതെ ഈ ഷോർട്ട് കട്ടാക്കിയാൽ മതി അവിടെ. എന്നിട്ട് കൊണ്ടുവരും അങ്ങനെ എത്തിയിട്ട് അയ്യോ അവര് മീൻ മറന്നുട്ടോ പറഞ്ഞാടെ അങ്ങനെ ഒഴിവാക്കിയാൽ മതി. ഇത് നമുക്ക് അതിന് പറ്റുന്നില്ല. അത് കൊണ്ടു കൊടുക്കാം. കാരണം വലിയ ദൂരമൊന്നും പോകുന്നിട്ടില്ല. നമ്മള് 1 കിലോമീറ്ററിനടുത്തൊക്കെ പോകട്ടുള്ളൂ. ഇനിയിപ്പോ നമ്മൾ കൊണ്ട് കൊടുക്കണം നോട്ടിക്കോള്. ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾക്ക് ഒന്നും തരുമൊന്നുമില്ല. അവരും ചിരിച്ച് മറന്നു അങ്ങോട്ടെ ഒതുങ്ങുക. അത് പോട്ടെ, അത് കുഴപ്പമില്ല. കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അല്ലേ. അപ്പോ ഇതൊക്കെ എന്റെ നല്ല കർമ്മയിലേക്ക് പോട്ടെ. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ട് പോകല്ലോ കേട്ടോ. അവര് നമുക്ക് എന്തെങ്കിലും തരുന്നോ തരാന്ന് അങ്ങനെയല്ല ഒന്നുമില്ല. പിന്നെ നമുക്കൊന്നും നമ്മുടെ കോണ്ടാക്റ്റിലെ ആൾക്കാരല്ലല്ലോ. അല്ലാന്നാണെങ്കിൽ നമുക്ക് വിളിച്ചു പറയാം. എന്നിട്ട് പിന്നെ അവര് നമുക്ക് പിന്നെ നമ്മുടെ അടുത്ത് വാങ്ങിയാൽ മതി. അല്ലാന്നാണെങ്കിൽ നമുക്ക് പിന്നെ ഈ വൈകിട്ട് ട്രിപ്പ് കിട്ടുമ്പോ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഡ്രൈ ഫിഷ് അല്ലേ. ലോറിയുടെ ഒരാളുണ്ടാ ഇറങ്ങി ചെല്ലാണ്ട് വരുമോ? ആരും വരുന്നില്ലല്ലോ ഹോൺ അടിച്ചിട്ട്. മറന്നതാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ദൂരം എത്തിയിട്ടുള്ളൂ. കാരക്കാപ്പറമ്പ് എത്തിയിട്ടുള്ളൂ. കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഉണക്കമീനാണ്. നമുക്കൊരു ശരി കിട്ടി. അതിനായിട്ട് പോരുക എന്നുള്ളൊരു നല്ലൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു പോവാണ്. മറന്നു വെച്ച ആളതല്ല കേട്ടോ. മറന്നു വെച്ച ആള് മകളാണ് തോന്നുന്നു. 220 ഞാൻ പറഞ്ഞത്. ഇരുടായിട്ടോ. ഇരുടായിട്ടുണ്ട്. ഇരുടാവെന്ന് പറഞ്ഞാല് 7 മണിയായിട്ടുണ്ട്. അപ്പൊ 220ഉം 130ഉം 300 350 ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം 350 ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വലിയൊരു ട്രിപ്പ് വന്ന് മുട്ടിയിട്ടുണ്ട് നമ്മളെ. ആ മുട്ടിയത് കിട്ടുമെന്നുള്ളത് അറിയില്ല. മുട്ടിയിരിക്കണേ, കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കൺഫർമേഷൻ ഒരു 10-20 മിനിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ആ വലിയ മീൻ നമ്മുടെ ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വലിയ മീനിനെ കരക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 8 മണി ആവാനായിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നേരം വരെ 450 രൂപയ്ക്ക് ഓടിക്കണം. ടോട്ടലി നമ്മൾ ഓടിയത് 950 രൂപയ്ക്ക്. ഉച്ചവരെ 500 രൂപയ്ക്ക് ഓടിയില്ലേ. അങ്ങനെ ഇനി ഇവിടുന്ന് അവരുടെ വീട്ടിലെത്തി അവരെടുത്തിട്ട് ഒരു 10-25 കിലോമീറ്ററിന്റെ ഉള്ളിൽ ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം അവര്. എന്നിട്ട് അവരിങ്ങോട്ടേക്ക് റിട്ടേൺ ഉണ്ട്. അപ്പോഴേക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയി. 1 കിലോമീറ്റർ 30 രൂപ വെച്ചാൽ കൂട്ടുക. വൺ സൈഡ് പോവുകയാണെങ്കിൽ നമ്മൾ 1 കിലോമീറ്റർ 22.50 വെച്ചാണ് കൂട്ടുക. ചെങ്ങന്മാര സമയം 11 മണി. ഇപ്പോഴാണ് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞത്. അതൊരു കല്യാണത്തിന് പതിയാണ്. കല്യാണത്തിൻ്റെ തലേദിവസം വീടൊക്കെ അടച്ച് മൊത്തത്തിൽ ഇവരൊക്കെ ഉറങ്ങി. ചിന്ന തുറക്കേ. അതായത് നമ്മൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് 500 രൂപയുടെ. ഞാൻ പ്രദേശം അത്ര കിലോമീറ്ററില്ല, 16 കിലോമീറ്ററുള്ളൂ. ഞാൻ 25 പറഞ്ഞിരുന്നു. 25 ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ കരുവാറുണ്ട് ആ ഭാഗത്തേക്ക് ഒക്കെ ചിന്തിച്ച് അത്ര ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോറുന്നുണ്ടോ കല്യാണത്തിനാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ഇത് 500 രൂപ. ഉച്ച വരെ 500 രൂപ കൂടി 1000. ഉച്ചയ്ക്ക് ശേഷം ഇത് കൂട്ടാതെ 450 രൂപ കൂടി. അപ്പോൾ 1450. ക്ഷീണിച്ച് സത്യം പറഞ്ഞു. നമ്മൾ 10 മണിക്കാണ് ഇറങ്ങിയത്. എന്നാൽ പോലും നമ്മളൊന്ന് ഓടിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നാളെ രാവിലെ
നമുക്ക് ഒരു ഇടം വരെ പോകാനുണ്ട്. നേരം വൈകി നീക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇനി ബാക്കി നാളെ. ഗുഡ് നൈറ്റ്.